പകൽ അവസാനിക്കുന്നതും രാത്രി വന്നണയുന്നതും ഭൂമിയും സൂര്യനും ചന്ദ്രനും തുടങ്ങി പ്രപഞ്ചത്തിലെ എല്ലാ ദൃഷ്ടാന്തങ്ങളും വളരെ വ്യവസ്ഥാപിതമായി കൃത്യമായ ഒരു ഓർഡറിൽ സംഭവിക്കുന്നത് അവയെല്ലാം ഒരേ ഒരു വ്യവസ്ഥയ്ക്ക്, ഒരു ശക്തിക്ക് കീഴ്പ്പെടുന്നത് കൊണ്ട് മാത്രമാണ്. ആ ശക്തിയാണ് അള്ളാഹു. ആയത്ത് വശംസു തജ്രി ലിമുസ്തഖർരി ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഷംസ് സൂര്യൻ, തജ്രി അത് സഞ്ചരിക്കുന്നു, ചലിക്കുന്നു, ലിമുസ്തഖർരി ലഹാ മുസ്തഖർ, മുസ്തഖർ എന്ന് പറഞ്ഞാൽ സങ്കേതം, അതിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ സ്ഥാനം, ലഹ അതിൻ്റെ, ദാലിക അതാണ്, തഖ്ദീറുൻ നിർണയം അല്ലെങ്കിൽ തീരുമാനം, അസീസ് പ്രതാപവാന്റെ, അലീം എല്ലാം അറിയുന്നവൻ്റെയും. സൂര്യൻ അതിൻ്റെ സങ്കേതത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണത്. ഇവിടെ സൂര്യൻ അതിൻ്റെ മുസ്തഖറിലേക്ക്, അതായത് അതിൻ്റെ സങ്കേതത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ അവസാനമായി ചെന്നെത്തുന്ന കേന്ദ്രമോ അല്ലെങ്കിൽ ആ സമയമോ ഒക്കെ ആവാം. പ്രപഞ്ചത്തിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായി അറിവ് നേടുമ്പോഴാണ്, അല്ലെങ്കിൽ ശാസ്ത്രം കൂടുതൽ വികസിക്കുമ്പോഴാണ് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അത് മനുഷ്യൻ നേടിയ അറിവിൻ്റെ ഒരു പരിമിതിയാണ് അതിൻ്റെ കാരണം. നമുക്കറിയാം, ശാസ്ത്രം, മനുഷ്യൻ നേടുന്ന അറിവ് എക്കാലവും മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മനുഷ്യൻ മനസ്സിലാക്കിയ, കണ്ടെത്തിയ നിഗമനമായിരിക്കില്ല നാളെ അവനുണ്ടാവുക. അത് മാറാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രാചീന കാലത്ത് ജനങ്ങൾ വിശ്വസിച്ചത്. പിന്നീട് കൂടുതൽ പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങളൊക്കെ നടന്നപ്പോൾ സൂര്യൻ സ്വസ്ഥാനത്ത് നിൽക്കുകയും സൗരയൂഥം, സോളാർ സിസ്റ്റം സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന നിഗമനത്തിലെത്തി. പിന്നീട് ശാസ്ത്രം കൂടുതൽ പുരോഗമിച്ചപ്പോൾ സൂര്യൻ മാത്രമല്ല, നിശ്ചലമെന്ന് കരുതുന്ന മുഴുവൻ നക്ഷത്രങ്ങളും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതായിരുന്നു പിന്നീടെത്തിയ നിഗമനം. എന്നാൽ ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സൂര്യൻ മുഴുവൻ സൗരയൂഥത്തോടൊപ്പം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് സൂര്യൻ സ്വസ്ഥാനത്ത് തന്നെ നിൽക്കുകയും സൗരയൂഥം സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന പഴയ ശാസ്ത്ര നിരീക്ഷണം തെറ്റാണെന്ന് ഖുർആൻ പറയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ അത് പറഞ്ഞിരുന്നു. അത് പറഞ്ഞത് അന്ന് പലരും തള്ളിക്കളഞ്ഞു. പക്ഷേ കൂടുതൽ മനുഷ്യൻ അറിവ് നേടിയപ്പോൾ, ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ഖുർആൻ പറഞ്ഞതാണ് യാഥാർത്ഥ്യമെന്ന് തെളിഞ്ഞു. അതുപോലെ സൂര്യൻ ഒരിടത്ത് നിന്ന് ആരംഭിച്ച് അതിനെ നിശ്ചയിച്ച വഴിയിലൂടെ അത് അതിൻ്റെ സങ്കേതത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് കാലങ്ങളായി ആവർത്തിച്ചു നടക്കുന്ന ഒരു കൃത്യമാണ്. ഒരിക്കൽ സൂര്യൻ സഞ്ചരിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നാം ആലോചിച്ചിട്ടുണ്ടോ? അതുപോലെ ഓരോ ദിവസവും സൂര്യൻ പ്രത്യക്ഷമാവുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഒരു ദിവസം പ്രത്യക്ഷമായില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക?
നാം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവയെല്ലാം ഒരു ശക്തിയുടെ തീരുമാനമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആ ശക്തിയാണ് അജയ്യനും എല്ലാം അറിയുന്നവനുമായ അല്ലാഹു. ആയത്ത് വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ഖമർ ചന്ദ്രൻ, ഖദ്ദർനാഹു ഖദ്ദറ നാം നിശ്ചയിച്ചിരിക്കുന്നു അതിന്, മനാസില് മൻസില് മനാസില് താവളം, ഭ്രമണപഥം, സഞ്ചാരപഥം എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. ചന്ദ്രനും നാം ഭ്രമണപഥങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു, അതിൻ്റെ മണ്ഡലങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. ഹത്ത ആദ അത് ആയിത്തീരുന്നത് വരെ കൽ ഉർജൂൻ, ഉർജൂൻ ഈത്തപ്പന തണ്ട്, കൽ ഉർജൂൻ ഈത്തപ്പന തണ്ടുപോലെ, ഖദീം പഴയ. ഇവിടെ ഉണങ്ങി വളഞ്ഞ ഈത്തപ്പന കുലയുടെ തണ്ടുപോലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചന്ദ്രക്കലയെയാണ്. അതായത് അത് പിറവി ചന്ദ്രനായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ രൂപത്തെ, ഈ ഈത്തപ്പന കുല ഉണങ്ങി വളഞ്ഞ ആകൃതിയിലാണ് എന്ന രൂപത്തിൽ അതിനോട് ഉപമിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് ഒരു മാസത്തെ ഭ്രമണത്തിനുള്ളിൽ ചന്ദ്രന്റെ രൂപം ഏറെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഒരു ദിവസം പിറവി ചന്ദ്രനായി ഉദിക്കും, പിന്നീട് ദിനേന അത് വലുതാവുന്നു. അങ്ങനെ 14-ാം രാവിൽ പൂർണ്ണ ചന്ദ്രനായി തീരുന്നു. പിന്നീട് നിത്യേന ചെറുതായി വരികയും ചെയ്യുന്നു. നൂറ്റാണ്ടുകളായി വളരെ വ്യവസ്ഥാപിതമായി ഒരു മാറ്റവും ഇല്ലാതെ ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ചന്ദ്രന്റെ ഈ വൃദ്ധിക്ഷയങ്ങൾ, അതായത് ചന്ദ്രനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ നമുക്ക് ചന്ദ്രനെ നോക്കി ഓരോ ദിവസവും നിശ്ചയിക്കാൻ സാധിക്കുന്നു. കണക്കുകൂട്ടി ദിവസം മനസ്സിലാക്കാൻ നമുക്ക് സഹായകമാവുന്നു. അതെല്ലാം സാധ്യമാകുന്നത് ചന്ദ്രന്റെ ചലനം ഒരു ശക്തിയുടെ നിയന്ത്രണത്തിന് കീഴിലായതുകൊണ്ട് മാത്രമാണ്. ആ ശക്തിയാണ് സർവശക്തനായ അല്ലാഹു. അടുത്ത ആയത്ത് ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാരി വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ലശംസു യംബഗി ലഹാ, യംബഗി സാധിക്കുന്നു, ലശംസു യംബഗി സൂര്യന് സാധിക്കുകയില്ല, അൻ തുദ്രിക അദറക യുദ്രികു പ്രാപിക്കാൻ, അതായത് ഒന്നിനെ കവച്ച് വെച്ച് മുന്നോട്ട് പോകാൻ, ഓവർടേക്ക് ചെയ്യാൻ, അൽ ഖമറ ചന്ദ്രനെ മറികടക്കാൻ സൂര്യന് സാധ്യമല്ല, വലൽ ലൈലു രാത്രിക്കും സാധ്യമല്ല, അസ്സാബിഖ് മറികടക്കാൻ, മുന്നോട്ട് പോകാൻ, അന്നഹാർ പകലിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ രാവിനും ആവില്ല. വക്കുല്ലുൻ എല്ലാം ഫി ഫലക്കിൻ അതിൻ്റെ സഞ്ചാരപഥത്തിൽ, അതിൻ്റെ ഭ്രമണപഥത്തിൽ, ഓർബിറ്റ്, യസ്ബഹൂൻ അതിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സൂര്യൻ ചന്ദ്രനേക്കാളും ശക്തിമറ്റതാവാമെങ്കിലും സൂര്യന് ചന്ദ്രനെ മറികടക്കാനോ അതിനെ മറച്ചു വെക്കാനോ സാധ്യമല്ല. അതുപോലെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ, അതിൻ്റെ സഞ്ചാരപഥത്തിൽ പ്രവേശിച്ച് അതുമായി കൂട്ടിമുട്ടാനോ സൂര്യന് ശക്തിയില്ല. അതേപോലെ ചന്ദ്ര ഉദയത്തിൻ്റെ അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയത്ത് സൂര്യൻ ഒരിക്കലും പ്രത്യക്ഷപ്പെടുകയില്ല. ചന്ദ്രൻ പ്രകാശിച്ചു കൊണ്ടിരിക്കെ രാത്രിയിൽ സൂര്യൻ
പെട്ടെന്ന് രാത്രിയിൽ സൂര്യൻ പ്രത്യക്ഷപ്പെടുകയുമില്ല. പകലിന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് രാത്രിയും പ്രത്യക്ഷപ്പെടുകയില്ല. ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട ഓരോ ക്രമമുണ്ട്. അതിനെ മറികടക്കാൻ ഒന്നിനും സാധ്യമല്ല. അതുപോലെ ഇവിടെ ഫലക്ക് എന്ന പദം അറബി ഭാഷയിൽ സഞ്ചാരപഥത്തെ, ഭ്രമണപഥത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഓർബിറ്റ്. എല്ലാം ഓരോ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഇതിലൂടെ 4 യാഥാർത്ഥ്യങ്ങളെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, സൂര്യനും ചന്ദ്രനും മാത്രമല്ല, സകല നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. 2, അവയിൽ ഓരോന്നിൻ്റെയും ഭ്രമണപഥം അഥവാ സഞ്ചാരമാർഗം വ്യത്യസ്തമാണ്. 3, ഭ്രമണപഥം നക്ഷത്രങ്ങളെയും വഹിച്ച് ചുറ്റി കറങ്ങുകയല്ല, നക്ഷത്രങ്ങൾ ഭ്രമണപഥങ്ങളിൽ ചുറ്റിക്കറങ്ങുകയാണ്. 4, ഭ്രമണപഥങ്ങളിൽ നക്ഷത്രങ്ങളുടെ ചലനം ഏതെങ്കിലും ഒരു ദ്രാവക പദാർത്ഥത്തിൽ ഒരു വസ്തു നീന്തിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ്. പറഞ്ഞു വരുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഖുർആൻ വിശദീകരിക്കുന്നത് മനുഷ്യന്റെ കണ്ണ് തുറന്നു നോക്കുന്നതിനും ചിന്തിക്കുന്നതിനും വേണ്ടിയാണ്. ഭൂമി മുതൽ ആകാശം വരെയുള്ള എവിടെ നോക്കിയാലും അവിടെയെല്ലാം ആ വസ്തുക്കളുടെ എല്ലാം ഘടനയ്ക്ക് പിറകിൽ ദൈവത്തിൻ്റെ ഏകത്വത്തിനുള്ള തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആയത്ത് വ ആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ. ആയത്തുൻ ദൃഷ്ടാന്തമാണ്, ലഹും അവർക്ക്, അന്നാ ഹമൽന തീർച്ചയായും നാം വഹിച്ചത്, അവരെ കയറ്റിയത്, ദുർരിയതഹും ദുർരിയത്ത് സന്താനങ്ങൾ, മനുഷ്യ സന്തതികളെ, ഫിൽ ഫുൽക്ക് ഫുൽക്ക് കപ്പൽ, മഷ്ഹൂൻ ഷഹീന എന്ന വാക്കിൽ നിന്നാണ് മഷ്ഹൂൻ ഉണ്ടാവുന്നത്. ഷഹീന എന്നാൽ നിറക്കുക, ലോഡ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഷാഹിനത്ത് എന്ന് പറഞ്ഞാൽ ട്രക്ക്, ലോറി എന്നൊക്കെ അർത്ഥമുണ്ട്. മഷ്ഹൂൻ നിറക്കപ്പെട്ട. ഇവരുടെ സന്താനങ്ങളെ നാം ഭാരം നിറച്ച കപ്പലിൽ കയറ്റി കൊണ്ടുപോയതും ഇവർക്കൊരു ദൃഷ്ടാന്തമാണ്. ഇവിടെ നിറക്കപ്പെട്ട കപ്പൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൂഹ് നബി അലൈഹി സ്വലാമയുടെ കപ്പലാണ്. നമുക്കറിയാം, ആ കപ്പലിൽ നബി സല്ലല്ലാഹു അലൈഹി സ്വലാമയുടെ അനുയായികളെ, അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെ മാത്രമായിരുന്നു കയറ്റിയിരുന്നത്. എന്നാൽ ഈ ആയത്തിൽ പറയുന്നത് മനുഷ്യ സന്തതികളെ എന്നാണ്. അതിൻ്റെ കാരണം അന്ത്യനാൾ വരെ ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരും ആ കപ്പലിൽ സഞ്ചരിച്ചവരുടെ പിൻഗാമികളാണ്. അവരുടെ തലമുറ, അവരുടെ മക്കൾ, അവരിൽ നിന്നുണ്ടായ മക്കളാണ് പിന്നീട് ലോകത്ത് വ്യാപിച്ചവരെല്ലാം. യഥാർത്ഥത്തിൽ ആ കപ്പലാണ് മനുഷ്യ കുലത്തെ ലോകത്ത് നിലനിർത്തിയത് എന്ന് തന്നെ പറയാം. മാത്രമല്ല, ആ കപ്പലിൽ സഞ്ചരിച്ചവരെ കൂടാത്ത അന്നുണ്ടായിരുന്ന മറ്റുള്ളവരെയെല്ലാം ആ പ്രളയത്തിൽ മുങ്ങി നശിച്ചിരുന്നു. പറഞ്ഞു വരുന്നത്, കപ്പലും അത് സഞ്ചരിക്കുന്ന സമുദ്രവുമെല്ലാം ദൈവത്തെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ തന്നെയാണ്. കപ്പൽ സമുദ്ര സഞ്ചാരത്തിന് യോഗ്യമാക്കിയതും അള്ളാഹുവാണ്. അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, അതുപോലുള്ള അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അടങ്ങിയതാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് അള്ളാഹു. അടുത്ത ആയത്ത് വഖലഖ്നാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ. വഖലഖ്നാ നാം സൃഷ്ടിച്ചിട്ടുണ്ട്, ലഹും അവർക്ക് വേണ്ടി, മിൻ മിസ്ലിഹി ഇതുപോലുള്ളവ, മാ യർകബൂൻ അവർക്ക് സഞ്ചരിക്കാവുന്നത്, ഇവർക്കായി ഇതുപോലുള്ള വേറെയും വാഹനങ്ങൾ നാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്.
നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായി കപ്പൽ നിർമ്മിച്ചത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നൂഹ് നബി അലൈഹി സ്വലാം ആയിരുന്നു എന്ന് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഹൂദിലെ 37-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാം. നമ്മുടെ മേൽനോട്ടത്തിൽ നമ്മുടെ ബോധമനുസരിച്ച് നീ കപ്പൽ പണി തുടങ്ങുക എന്ന് ആ ആയത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ കപ്പൽ നിർമ്മാണത്തിന് മുമ്പ് മനുഷ്യർക്ക് നദികളും സമുദ്രങ്ങളും മുറിച്ചു കടക്കാൻ മറ്റ് മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹു ആദ്യമായി ഈ മാർഗം നൂഹ് നബി അലൈഹി സ്വലാമിന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിന് സമുദ്രം മുറിച്ചു കടക്കാനുള്ള ആ അറിവ് ലഭിക്കുന്നത്. അതുപോലെ സഞ്ചാരത്തിന് വേണ്ടി മറ്റു മാർഗങ്ങളും പഠിപ്പിച്ചു തന്നത് അള്ളാഹു തന്നെയാണ്. അടുത്ത ആയത്ത് വഇന്ന ശഅ്നുഗ്രിഖും ഫലാ സ്വരീഖ ലഹും വലാ ഹും യുൻഖദൂൻ. വഇന്ന ശഅ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ, നുഗ്രിഖും നാം അവരെ മുക്കിക്കൊല്ലും, ഫലാ സ്വരീഖ ലഹും സഹായി അപ്പോൾ അവർക്കൊരു സഹായി ഉണ്ടാവുകയില്ല, വലാഹും യുൻഖദൂൻ അവർ രക്ഷപ്പെടുത്തുകയുമില്ല. നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ നാം അവരെ മുക്കിക്കൊല്ലും, അപ്പോഴവരുടെ നിലവിളി കേൾക്കാൻ ആരും ഉണ്ടാവുകയില്ല, അവരെ ആരും രക്ഷപ്പെടുത്തുകയുമില്ല. ഇല്ലാ റഹ്മത്തൻ കാരുണ്യം കൊണ്ടല്ലാതെ. ഇതൊക്കെ സംഭവിക്കാതിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. മതാൻ അവൻ നൽകിയ ഒരു ജീവിതാസ്വാദനവുമായി കൊണ്ടാണ്. ഇലാഹീൻ അവൻ നിശ്ചയിക്കുന്നത് വരെ. ഇതുവരെ പറഞ്ഞ ആയത്തുകളിൽ അതിൽ പറഞ്ഞ ദൃഷ്ടാന്തങ്ങളെല്ലാം ഏകദൈവത്വത്തിനുള്ള തെളിവുകളായി എടുത്തു പറഞ്ഞവയായിരുന്നു. എന്നാൽ ഈ ആയത്തിൽ മനുഷ്യനെ മറ്റൊരു യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് പ്രകൃതി ശക്തികളെ കീഴ്പ്പെടുത്താൻ മനുഷ്യനുള്ള കഴിവുകൾ അള്ളാഹു പ്രദാനം ചെയ്തതാണ്. അതവൻ സ്വയം ആർജിച്ചതല്ല, സ്വയം മനുഷ്യൻ മനസ്സിലാക്കിയെടുത്തതുമല്ല. അള്ളാഹുവിൻ്റെ മാർഗദർശനത്തോടു കൂടി മാത്രമാണ് അവന് ആ അറിവുകളൊക്കെയും ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ഏതെല്ലാം ശക്തികളുടെ മേൽ അള്ളാഹു അവന് അധികാരം നൽകിയോ, അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം മാത്രമായിരിക്കും അവന് ആ ശക്തിയുടെ മേൽ അധികാരം സാധ്യമാവുകയുള്ളൂ. അതുപോലെ ആ ശക്തികളെ അവനെതിരിൽ തിരിക്കാനും അള്ളാഹുവിന് സാധിക്കും. ഇത് ഉണർത്തുന്നതിന് വേണ്ടിയാണ്, ഇത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ സമുദ്രയാത്രയെ ഒരു ഉദാഹരണമായി പറഞ്ഞത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ കപ്പൽ നിർമ്മിക്കാൻ അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമയെ പഠിപ്പിക്കുകയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെ അതിൽ സഞ്ചരിക്കാൻ അനുവദിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇവിടെ മനുഷ്യവംശം ഉണ്ടാകുമായിരുന്നില്ല. എല്ലാവരും ആ പ്രളയത്തിൽ നശിച്ചു പോകുമായിരുന്നു. മാത്രമല്ല ആ കപ്പൽ മുഖേനയുള്ള സഞ്ചാരം നമ്മെ പഠിപ്പിച്ചത് വഴിയാണ് നമുക്ക് മനുഷ്യർക്ക് നദികളും സമുദ്രങ്ങളും ഒക്കെ താണ്ടിക്കടന്ന് ഭൂമുഖത്തെവിടെയും യാത്ര ചെയ്യാൻ സാധിച്ചത്. എന്നാൽ അതെല്ലാം പൂർണ്ണമായും മറന്ന് ആദ്യത്തെ കപ്പൽ നിർമ്മാണത്തിൽ നിന്ന് ഇന്ന് കപ്പൽ നിർമ്മാണത്തിൽ മനുഷ്യൻ നേടിയ പുരോഗതിയിൽ, അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളിലും മനുഷ്യൻ നേടിയെടുത്ത പുരോഗതിയിൽ അഹങ്കരിച്ചുകൊണ്ട് തനിക്ക് എല്ലാ നദികളും സമുദ്രങ്ങളും പ്രപഞ്ചങ്ങളുമെല്ലാം തൻ്റെ അധികാരത്തിലായിരിക്കുന്നു എന്നാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നുണ്ട് എങ്കിൽ ഓർക്കുക, അള്ളാഹു ഉദ്ദേശിച്ചാൽ മനുഷ്യരെ അവരുടെ കപ്പലുകളോടൊപ്പം അവൻ നേടിയ എല്ലാ കഴിവുകളോടുമൊപ്പം പുരോഗതിയോടുമൊപ്പം നശിപ്പിച്ചു കളയുക എന്നുള്ളത് നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമാണ്.
മറിച്ച് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം അള്ളാഹുവിനോട് നന്ദി പറയുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. പ്രകൃതി ശക്തികളെ മനുഷ്യനെതിരാക്കാൻ അള്ളാഹുവിന് നിഷ്പ്രയാസം സാധിക്കും. അപ്പോൾ മനുഷ്യൻ തികച്ചും നിസ്സഹായകനായി തീരും. നമുക്കറിയാം, നാം അനുഭവിച്ച ഈ പ്രളയ ദുരന്തങ്ങളൊക്കെ ഈ പറഞ്ഞതിന് ഉദാഹരണങ്ങളാണ്. അതായത് വഇദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, തഖൂ, നിങ്ങൾ സൂക്ഷിക്കുവിൻ, മാ ബൈന ഐദീകും, യദ് എന്ന് പറഞ്ഞാൽ കൈയാണ്. നമ്മുടെ മുൻവശത്താണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിലുള്ളത്, അതായത് അതുകൊണ്ടുള്ള ഉദ്ദേശം നിങ്ങൾക്ക് വരാനിരിക്കുന്നത്, സംഭവിക്കാനിരിക്കുന്നത്. വമാ ഖൽഫക്കും, നിങ്ങൾക്ക് പിറകിലുള്ളത്, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നിങ്ങളുടെ മുൻഗാമികൾക്ക് സംഭവിച്ച കാര്യങ്ങൾ. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേക്കാം, നിങ്ങൾക്ക് കാരുണ്യം കിട്ടിയേക്കാം, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നുണ്ട് എങ്കിൽ. അതായത് ഈ ആയത്ത് മുതൽ സത്യനിഷേധികളിലേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, സത്യനിഷേധത്തിൻ ഫലമായി നിങ്ങൾക്ക് മുമ്പുള്ള ജനതകൾക്ക് സംഭവിച്ചതും നിങ്ങൾക്ക് വരാനുള്ളതുമായ വിപത്തുകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സൂക്ഷ്മത പാലിച്ച് ജീവിക്കണം. അതാണ് നിങ്ങൾക്ക് ഉത്തമം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം കിട്ടിയേക്കാം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേലും വർഷിക്കും. പക്ഷേ അതൊക്കെയും സത്യനിഷേധികൾ തമാശയാക്കി കളയുന്നു. അടുത്ത ആയത്ത്, വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനു അൻഹാ മുഅരിദീൻ. അതായാതി, വന്നെത്തുക. മാ വരുമ്പം അത് നെഗറ്റീവ് മീനിങ് ആയി. വമാ തഅതീഹിം, അവർക്ക് വന്നു കിട്ടുന്നില്ല. ആയത്തിൻ, ദൃഷ്ടാന്തം. മിൻ ആയാത്ത്, അതിൻ്റെ ജംആണ്, ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്. റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള. ഇല്ലാ കാനു അൻഹ, അവർ ആയിരുന്നിട്ടല്ലാതെ, മുഅരിദീൻ, അതിനെ അവഗണിക്കുന്നവർ. അതായത് ഇവർക്ക് തങ്ങളുടെ നാഥൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഏതൊന്ന് വന്നെത്തിയാലും അവർ അതിനെ പാടെ അവഗണിച്ച് തള്ളിയിരുന്നു. ഇവിടെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്കുള്ള മാർഗദർശനം അടങ്ങിയ ദിവ്യഗ്രന്ഥത്തിലെ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാകാം. അല്ലെങ്കിൽ മനുഷ്യൻ തൻ്റെ സ്വന്തം അസ്തിത്വത്തിലുള്ള, നമുക്കറിയാം മനുഷ്യൻ തന്നെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. അതുപോലെ ചരിത്രത്തിൽ കാണുന്ന, മുൻപ് കഴിഞ്ഞുപോയ ആ കാലങ്ങളിൽ സംഭവിച്ച പല കാര്യങ്ങൾ, ആ ദൃഷ്ടാന്തങ്ങൾ, അതടക്കമുള്ള പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളോ ആകാം ഈ ദൃഷ്ടാന്തങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പാഠം ഉൾക്കൊള്ളാൻ, അവനെ മനസ്സിലാക്കാൻ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ തന്നെ മതിയായവയാണ്. എന്നിട്ടും അവൻ വിശ്വസിക്കാത്തതിന് കാരണം ഈ ദൃഷ്ടാന്തങ്ങളെയെല്ലാം അവൻ പാടെ അവഗണിച്ചു തള്ളിയത് കൊണ്ട് മാത്രമാണ്. അടുത്ത ആയത്ത്, വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹു ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുതഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, അൻഫിഖൂ, നിങ്ങൾ ചിലവഴിക്കുവിൻ, മിമ്മാ റസഖകുമുല്ലാഹു,
അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന്. കാലല്ലദീന കഫറു, അപ്പോൾ സത്യനിഷേധികൾ പറയും, ഇല്ലദീന ആമനു, വിശ്വാസികളോട്, അനുത്തഴമു, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുകയോ, മൻ ലൗ യശാ അല്ലാഹു, അള്ളാഹു തന്നെ നൽകുമായിരുന്നല്ലോ അവർക്കുള്ള ഭക്ഷണം. ഇൻ അൻതും, നിങ്ങളാണ്, ഇല്ലാ ഫീ ദലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാകുന്നു. അതായത് ഈ ആയത്തിൽ പറയുന്നത്, സത്യനിഷേധികൾ അവരുടെ സത്യനിഷേധം ഫലമായി അത് അവരുടെ ബുദ്ധിയെ മാത്രമല്ല മരവിപ്പിച്ചിരിക്കുന്നത്, മറിച്ച് അവരുടെ സ്വഭാവത്തെ തന്നെ അത് മോശമാക്കിയിരിക്കുന്നു. അവർ ദൈവത്തെ സംബന്ധിച്ച് ശരിയായി ചിന്തിക്കുകയോ സൃഷ്ടികളോട് നല്ല രൂപത്തിൽ പെരുമാറുകയോ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം അവരുടെ സത്യനിഷേധമാണ്. അവരോട് നല്ല കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ ഈ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ അത്തരം കാര്യങ്ങളോടൊക്കെ അവർ വളരെ മോശമായ രീതിയിൽ, അതിനോടൊക്കെ വിപരീതമായാണ് പ്രതികരിക്കുന്നത്. സത്യമാർഗത്തിൽ നിന്നും വഴിമാറി സഞ്ചരിക്കാൻ, എല്ലാ നന്മകളിൽ നിന്നും ഒളിച്ചോടാൻ അവർ എന്തെങ്കിലും ഒഴിവു കഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാരണം അവരുടെ സത്യനിഷേധമാണ്, ദൈവത്തെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്തതാണ്. ഇത്രയും ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യുന്നത്. ഇവയെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാനും അള്ളാഹുവിന് നന്ദിയുള്ളവരായി മാറാനും നമുക്ക് സാധിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മിലും നമ്മുടെ കുടുംബത്തിലും സദാ വർഷിക്കുമാറാവട്ടെ. അള്ളാഹു മസ്ജിദിന ഇൽമൻ നാഫിയ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.